കൊടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത് മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ വേലൊളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം ഇടക്കയുക്കുമുരുക്കുമിടയിലെ അമ്മേ അമ്മേ, ഇന്ന് ആരുടെ പിറന്നാളാണെന്നറിയാമോ? അറിയില്ല മോനെ, ഇന്ന് ആരുടെ പിറന്നാളാണ്? ഇന്ന് കേരളത്തിന്റെ പിറന്നാളാണ്. ആ ശരിയാണ്, ഇന്ന് നവംബർ 1 കേരള പിറവി ദിനം. ഇന്ന് നമ്മുടെ കേരളം ജനിച്ച ദിനമാണ്. എങ്ങനെയാണമ്മേ കേരളം ജനിച്ചത്? അത് മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിങ്ങനെ മലയാളം സംസാരിക്കുന്ന 3 നാട്ടുരാജ്യങ്ങളെ ഏകോപിപ്പിച്ച് 1956 നവംബർ 1 കേരളം എന്ന സംസ്ഥാനമാക്കി. അതിനാലാണ് നവംബർ 1 കേരള പിറവി ദിനം ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മുടെ സ്കൂളിൽ ഓർക്കിഡ് ഹൗസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അസംബ്ലി ഉണ്ടെന്ന് മാം പറഞ്ഞിരുന്നു. എനിക്ക് സ്കൂളിൽ പോകാൻ തിടുക്കമായി. വേഗമാകട്ടെ മോനെ, സ്കൂൾ ബസ് വരാറായി. ആരാധ്യനായ മാനേജർ റെവറൻഡ് ഫാദർ മാത്യൂസ് ചെക്കാലിക്കൽ സിഎംഐ, പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ ജോഷി മായമ്പറമ്പിൽ സിഎംഐ, വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ഗിരിജ കുമാരി ജി, സ്റ്റാഫ് സെക്രട്ടറി ധന്യ മിസ്, സെക്ഷൻ ഹെഡ്സ്, അക്കാഡമിക് കോർഡിനേറ്റേഴ്സ്, പ്രിയ അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. കേരള നാട് സഹ്യന്റെ പുത്രി, സസ്യശ്യാമള പുണ്യഭൂമി, ഇടതൂർന്ന കാടുകൾ കുന്നിൻ പുറങ്ങളും അഴകേറും പൂമരത്തോപ്പുകളും. ഇന്ന് നവംബർ 1 ഓരോ മലയാളിക്കും അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും നിറം പകരുന്ന ദിനം. അതെ, ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ പ്രിയ കേരളത്തിന്റെ ജന്മദിനമാണ്. നമ്മുടെ സുന്ദര കേരളത്തിന് ഇന്ന് 69 വയസ്സ്. ഈ ദിനം മലയാളികൾക്ക് കേരളപ്പിറവി ദിനം മാത്രമല്ല, മലയാള ഭാഷാ ദിനം കൂടിയാണ്. മലയാളമേ നിന്റെ വാക്കുകൾക്കുള്ളത്ര മധുരം തുടിക്കുന്നതേതു ഭാഷ, പനിമഞ്ഞു തോരാ പുലർക്കാലമെന്ന പോൽ പനിമതി പെയ്യുന്ന രാത്രി പോലെ. നമ്മെ നമ്മളാക്കി മാറ്റുന്നതിൽ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. മലയാള ഭാഷയുടെ മാധുര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷത്തെ കേരള പിറവി ദിനാഘോഷങ്ങൾ ആരംഭിക്കാം. ആദ്യം ഈശ്വര പ്രാർത്ഥന. അതിനായി പ്രിയ കൂട്ടുകാരെ ക്ഷണിക്കുന്നു. ീശ്വര കൈ തൊഴാം
വിഭജനാനന്തരം സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ ആദ്യം രൂപം കൊണ്ട 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു കേരളം. ഇന്ന് 69 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ കൊച്ചു കേരളം ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസത്തിലും സാങ്കേതിക വിദ്യയിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ രാജ്യത്തിന്റെ മുൻപിൽ മാത്രമല്ല ലോക രാജ്യങ്ങളുടെ മുന്നിലും മാതൃകയായി നിൽക്കുന്നു എന്നത് നമുക്ക് സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ സ്മരിക്കാം. ഈ അഭിമാന നിമിഷത്തിൽ ഇവിടെ ഒത്തുകൂടിയ എല്ലാവർക്കും ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി 8 രുചിക ഉണ്ണിയെ ക്ഷണിക്കുന്നു. കേളിക്കൊട്ടുയരുന്ന കേരളത്തിന്റെ പുതിയുഗ പിറവിക്കായി മാനവ മനസ്സൊരുമിക്കുന്ന ദിനമാണിന്ന്. ഇനി നമ്മുടെ കേരളത്തിന്റെ ജന്മദിനം മാത്രമല്ല, നമ്മുടെ പ്രിയങ്കരനായ മാനേജർ റെവറൻഡ് ഫാദർ മാത്യൂസ് ചക്കാലക്കൽ സിയമ്മയുടെ ജന്മദിനം കൂടിയാണ്. ജവഹർ സ്കൂളിൽ മുമ്പ് 6 വർഷം പ്രിൻസിപ്പളായും ഇപ്പോൾ മാനേജറായും സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം ഉത്കൃഷ്ടാശയങ്ങളുടെ ഉടമയും കൂടിയാണ്. ജവഹർ കുടുംബത്തോട് എപ്പോഴും കരുതലും സ്നേഹവും കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ഫാദറിന് ആയുരാരോഗ്യ സൗഖ്യം നൽകാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകളും നേരുന്നു. മലയാള ഭാഷാ ദിനമായി ആചരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ മാർഗദർശിയും എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്ന ബഹുമാനീയനായ പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ ജോഷി മായമ്പറമ്പിൽ സിയമ്മയെ ഈ ആഘോഷ പരിപാടിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ഗിരിജാകുമാരിജിയെ സ്നേഹപൂർവ്വം ഈ ആഘോഷ പരിപാടിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി, സെക്ഷൻ ഹെഡ്സ്, അക്കാഡമിക് കോർഡിനേറ്റേഴ്സ്, അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ നേരുന്നു. നന്ദി രുചിക. കേരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം എന്ന് തുടങ്ങുന്ന കേരളത്തനിമ നിറഞ്ഞ ഒരു സംഘഗാനം കേട്ടാലോ? അതിനായി പ്രിയ കൂട്ടുകാരെ ക്ഷണിക്കുന്നു. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൻ ഇലഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമിന്നലിയ നേരിനായി പുതുവിളവേറുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടി നീളം. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, താരാ തീരേതോ തകതീരേ താരാ തീരേതോ താരാ തീരേതോ തകതീരേ താരാ തീരേതോ. കണ്ണോട് കരിയണം മനുതിരും മണമോ, പെണ്ണിനു വിയർപാലേ മധുമണമോ, ഞാറ്റോല പച്ചവള പൊന്നന്തണി കൊലുസ്, പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാൻ, കൊച്ചികൾ പകൽ നീളേക്കിനാ കാണും, മുട്ടിനു മനുരാഗക്കടൽ പോലെ, മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടി നീണം. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇലഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമിന്നരിയ നേരിനായി പുതുവിളവേറുന്നോരിനിയ നാടിനാ പാടാ കുട്ടനാടി നീ
ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം തെയ്തേ തിത്തൈ താരാ തെയ്തോ തക തെയ്തേ തിത്തൈ താരാ തെയ്തോ തെയ്തേ തിത്തൈ താരാ തെയ്തോ തക തെയ്തേ തിത്തൈ താരാ തെയ്തോ. അടുത്തതായി ഇന്നത്തെ ചിന്താവിഷയം അവതരിപ്പിക്കുന്നതിനായി 5E അമയ ബിജുവിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ചെറിയ നല്ല പ്രവൃത്തികളാണ് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകുന്നത്. ചെറിയൊരു പുഞ്ചിരി, ഒരു സഹായഹസ്തം, ഒരു നല്ല വാക്ക്, ഇതൊക്കെ ചേർന്നാണ് ലോകം കൂടുതൽ മനോഹരമാകുന്നത്. നമുക്കെല്ലാവർക്കും അങ്ങനെ ചെറിയ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കാം. നന്ദി. നന്ദി അമയ. അടുത്തതായി നൂതന പദങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായി 9D ലക്ഷ്മി എസ്തനെ ക്ഷണിക്കുന്നു. നമസ്കാരം. നൂതന പദം പിറവിമനം. പിറവിമനം എന്നാൽ ജന്മഭൂമിയുടെ സത്യവും ജന്മഭൂമിയുടെ ചിന്തയും സ്വന്തം നാടിനുള്ള സത്യവും കേരളപ്പിറവിയെ മനോഭാവവും സൂചിപ്പിക്കാൻ ചിന്തിപ്പിക്കുന്നത്. ഉദാഹരണമായി കേരളപ്പിറവിയെ സംബന്ധിച്ച ഓരോ മലയാളികളും ഹൃദയം പിറവിമനമായി തളിരിടുന്നു. നന്ദി. നന്ദി ലക്ഷ്മി. ഇന്നത്തെ നമ്മുടെ പരിപാടി ആവേശഭരിതമാക്കാൻ നൃത്ത ചുവടുകളുമായി നിങ്ങളുടെ കൂട്ടുകാർ. ആ മനോഹര നിമിഷം നമുക്ക് ആസ്വദിക്കാം. മലയാളത്തനിമ വിളങ്ങും നാട്, മേളത്തിൻ പെരുമയൊരുങ്ങും നാട്, നളചരിത സ്മൃതികൾ ഉണർത്തി സ്വരമധുരം നെഞ്ചിലൊഴുക്കി കഥകളിതൻ മുദ്ര വിടർത്തി കളിയാടും കലയുടെ വീട്. മലയാളത്തനിമ വിളങ്ങും നാട്, മേളത്തിൻ പെരുമയൊരുങ്ങും നാട്, നളചരിത സ്മൃതികൾ ഉണർത്തി സ്വരമധുരം നെഞ്ചിലൊഴുക്കി കഥകളിതൻ മുദ്ര വിടർത്തി കളിയാടും കലയുടെ വീഥികൾ നീളെ തളരാത്ത യാത്രികരാം ഒരു 100 സാമാജികരുടെ സ്വന്തം നാട്. ശ്രീരാമ സോദരനെന്നും ശ്രീയേകി വാണരുളും സ്നേഹാദരങ്ങൾ നിറയും സുന്ദര നാട്. കാവ്യത്തിൻ കളിവീട്, നടനത്തിൻ നറുകൂട്, നൃത്തത്തിൻ നലനാട്, സംഗീത തറവാട്, ഇരിഞ്ഞാലക്കുടയൻ നാട്, വരദാനങ്ങൾ അരുളും
തിളങ്ങും നാട്, മേളത്തിൻ പെരുമയൊരുങ്ങും നാട്. നളചരിത സ്മൃതികൾ ഉണർത്തി സ്വരമധുരം നെഞ്ചിലൊഴുക്കി കഥകളിതൻ മുദ്ര വിടർത്തി കളിയാടും കലയുടെ കളിയാടും കലയുടെ നന്ദി കൂട്ടുകാരെ. ഇന്നത്തെ കേരള പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ മണ്ണിന്റെ ചരിത്രവും സൗന്ദര്യവും ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ ഒരു ദൃശ്യകാഴ്ചയിലേക്ക്. അനേക വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങളുടെ ഫലമായി 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി മാറി. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് റെസിഡന്റിന്റെയും മലബാറിലെ ബ്രിട്ടീഷ് കളക്ടറുടെയും ഭരണവും അതോടുകൂടി അവസാനിച്ചു. അതിനപ്പുറം 1956 നവംബർ 1 കേരളം എന്ന സംസ്ഥാനം രൂപം കൊള്ളുന്നത്. സത്യത്തിൽ മലബാറായും തിരുവിതാംകൂറായും കൊച്ചിയുമായും ഭാഗിക്കപ്പെട്ടിരുന്ന കേരള ദേശങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഐക്യ കേരളം രൂപീകരിക്കണമെന്നത് മലയാളികളുടെ ചിരകാല സ്വപ്നമായിരുന്നു. അത്തരമൊരു ഐക്യ കേരളം എന്ന ആശയത്തിന് 1930 മുതൽ തന്നെ ആവശ്യങ്ങൾ ഉയർന്നു തുടങ്ങിയതുമാണ്. ഒരൊറ്റ കേരളത്തിനായി ജനലക്ഷങ്ങൾ ആ കാലത്ത് തന്നെ ആഗ്രഹിച്ചിരുന്നു എന്നതാണ് സത്യം. എന്നാൽ ആ വഴികളിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് പോരാട്ടങ്ങളും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1956 നവംബർ 1 രൂപപ്പെട്ട കേരളത്തിന്റെ അതിനു മുൻപേയുള്ള ചരിത്രത്തെക്കുറിച്ചും ഐക്യ കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള നാൾവഴികളെക്കുറിച്ചുമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ ചരിത്രകഥ. കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് പറയുന്ന ആദ്യ മാത്രയിൽ തന്നെ ഉയർന്നു വരുന്നൊരു കാര്യമാണ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 ഭരണഘടകങ്ങളായി വിഭജിച്ച് നിന്നിരുന്ന 3 മേഖലകൾ. അതുകൊണ്ട് തന്നെ ഈ മേഖലകളെ ചേർത്തുകൊണ്ട് ഒരൊറ്റ ഭരണ സംവിധാനം നിർമ്മിക്കുക അല്ലെങ്കിൽ സംസ്ഥാനം നിർമ്മിക്കുക എന്നത് ആ കാലത്ത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും 1900 കാലഘട്ടത്തിൽ തന്നെ ഐക്യ കേരളം എന്ന ആവശ്യത്തിന് ശക്തി വന്നു തുടങ്ങിയിരുന്നു. ഇതിന് ഔദ്യോഗികമായി എടുത്തു പറയാവുന്ന ഒരു സന്ദർഭം എന്നത് 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ആണെന്ന് പറയാം. മലബാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തി പ്രാപിച്ചതോടെയാണ് പ്രകടമായ ഇത്തരം ആവശ്യങ്ങൾ മുഴങ്ങി തുടങ്ങുന്നത്. അങ്ങനെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ചേർന്ന് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ ഒന്നിക്കുകയാണ്. അതിനപ്പുറം എടുത്തു പറയേണ്ട ഒന്നാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ വെച്ചുണ്ടായ പ്രമേയം. ഐക്യ കേരളത്തെ ആസ്പദമാക്കിക്കൊണ്ട് 1928 ഏപ്രിലിൽ കൊച്ചിയിൽ വെച്ച് നാട്ടുരാജ്യ പ്രജാസമ്മേളനം കൂടുകയുണ്ടായി. അങ്ങനെ അതിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുന്ന സമയങ്ങളിൽ കേരളത്തെ പ്രത്യേക പ്രവിശ്യയായി പുനഃസംഘടിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന നിർദ്ദേശം വന്നു. അങ്ങനെ ഈ പ്രമേയം 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് പാസാക്കുകയുണ്ടായി. സ്വാതന്ത്ര്യം ലഭിക്കുന്ന മുറയ്ക്ക് കേരളത്തെ പുനഃസംഘടിപ്പിക്കാൻ വേണ്ട നടപടികൾ എടുക്കണമെന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നൊരു പ്രമേയമായിരുന്നു ഇത്. അങ്ങനെ ഒരൊറ്റ മനസ്സുമായി ഒരൊറ്റ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് ജനങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോയി. 1940കൾക്കിപ്പുറം ഐക്യ കേരള വാദത്തിന് ശക്തി വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു. 1946 ജൂലൈ 29 എഴുതിയ ഒരു കത്തിൽ കൊച്ചിയിലെ കേരളവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറും കൊച്ചിയും ഒന്നിച്ചു ചേർന്ന് കേരള സംസ്ഥാനം രൂപീകരിക്കണമെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. ഐക്യ കേരളത്തിന് വേണ്ടി കോൺഗ്രസ് ഒരു കമ്മിറ്റിയെ തന്നെ നിയോഗിക്കുകയുമുണ്ടായി. 1946 അവസാനം KP കേശവമേനോന്റെ അധ്യക്ഷതയിൽ വെച്ച് നടന്ന ഒരു കമ്മിറ്റിയിൽ ഐക്യ കേരള സമ്മേളനം തന്നെ വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ 1947 ഏപ്രിലിൽ തൃശൂരിൽ വെച്ച് K കേളപ്പന്റെ നേതൃത്വത്തിൽ ഐക്യ കേരള സമ്മേളനം തന്നെ വിളിച്ചു. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും മലയാളം എന്ന മനസ്സുള്ള 100 കണക്കിന് പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൊച്ചി രാജാവിനെ കുറിച്ച്. കൊച്ചി രാജാവ് സമ്മേളനത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ഐക്യ കേരളം എന്ന ആശയത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും ചെയ്തു. അധികം താമസിയാതെ തന്നെ ഇന്ത്യ എന്ന പുതിയ രാജ്യം പിറവിയെടുക്കുകയുണ്ടായി. അങ്ങനെ നാട്ടുരാജ്യങ്ങളുടെ ലയനം സംബന്ധിച്ച് പഠിക്കാനായി ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. ഈ കമ്മിറ്റി മുൻപാകെ ഐക്യ കേരള സമിതി ഒരു നിവേദനം നൽകുകയുണ്ടായി.
നിവേദനത്തിൽ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, കൂർഗ്, നീലഗിരി, ഗൂഡല്ലൂർ, ദക്ഷിണ കാനറ, മയ്യഴി, ലക്ഷദ്വീപ് എന്നിവയുൾപ്പെടുന്ന ഒരു പുതിയ കേരള സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യമായിരുന്നു അത്. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കേരളത്തിന്റെ പല മേഖലകളിലും ഐക്യ കേരളത്തിന് വേണ്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. ഈ സമയം സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നാട്ടുരാജ്യങ്ങളുടെ ലയനത്തിനും സംയോജനത്തിനും വേണ്ടി സ്വീകരിച്ച നയപദ്ധതികൾ ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിനും സഹായകമായി മാറുകയുണ്ടായി. ആ സമയം തന്നെ തിരുവിതാംകൂർ, കൊച്ചി നാട്ടുരാജ്യങ്ങൾ ഒന്നിപ്പിച്ച് ഒരു സംസ്ഥാനം ഉണ്ടാക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നല്ലോ. ഇതിന്റെ ചർച്ചകൾക്കായി നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥനായ VP മേനോൻ കൊച്ചിയിലേക്കും തിരുവിതാംകൂറിലെയും മഹാരാജാക്കന്മാരെയും പ്രധാന നേതാക്കളെയും ഒക്കെ കണ്ട് ചർച്ചകൾ നടത്തുകയുണ്ടായി. തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായ TK നാരായണപിള്ളയെയും കൊച്ചി പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യരെയും മേനോൻ കാണുകയുണ്ടായി. ഇതിനിടയിൽ തിരുവിതാംകൂറിന്റെ തമിഴ് ഭൂരിപക്ഷ പ്രദേശങ്ങൾ മദ്രാസിൽ ലയിപ്പിക്കണമെന്ന ആവശ്യവുമായി ആ മേഖലകളിൽ സമരങ്ങൾ നടത്തി. ഒപ്പം മറ്റനേകം പ്രതിസന്ധികളും ഈ സംയോജനത്തിനു മുന്നിൽ തടസ്സങ്ങളായി നിലകൊണ്ടു. എങ്കിലും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും പ്രധാനമന്ത്രിമാർ ലയനത്തിന് സമ്മതിക്കുകയും നടപടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്തു. അങ്ങനെ 1949 ജൂലൈ 1 തീയതി തിരുവിതാംകൂറും കൊച്ചിയും സംയോജിക്കപ്പെടുകയും അങ്ങനെ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിന്റെ ചിത്തിര തിരുനാൾ മഹാരാജാവ് തിരുക്കൊച്ചിയുടെ രാജപ്രമുഖനായി മാറി. കൊച്ചി രാജാവായിരുന്ന പരീക്ഷിത് തമ്പുരാൻ സാധാരണ പൗരനായി മാറുകയും ചെയ്തു. ലയനത്തിനപ്പുറം TK നാരായണപിള്ളയെ തിരുക്കൊച്ചി പ്രധാനമന്ത്രിയായും TM വർഗീസിനെ സ്പീക്കറായും തെരഞ്ഞെടുത്തു. അങ്ങനെ ഇരു രാജ്യങ്ങളിലെയും നിയമസഭകളും മന്ത്രിസഭകളും ഏകോപിപ്പിച്ച് പുതിയ സംസ്ഥാനത്തിന്റെ നിയമസഭയും മന്ത്രിസഭയുമായി തീർന്നു. അപ്രകാരം സംസ്ഥാനത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തും ഹൈക്കോടതി എറണാകുളത്തുമായി. അങ്ങനെ തിരുക്കൊച്ചി സംസ്ഥാനം ഉണ്ടാവുകയും രാജപ്രമുഖന്റെ കീഴിലുള്ള ജനാധിപത്യ ഭരണം തുടങ്ങുകയുമാണ്. ഐക്യ കേരള സംസ്ഥാനം രൂപീകരിക്കാനായി ഏറ്റവും കൂടുതൽ സഹായിച്ച നടപടിയായി തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രൂപീകരണത്തെ പറയാം. കൊച്ചി രാജാവായിരുന്ന പരീക്ഷിത് തമ്പുരാൻ തനിക്കുണ്ടായിരുന്ന അവകാശങ്ങളെ ത്യജിക്കാൻ തയ്യാറായതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ജനാധിപത്യ ഭരണത്തിന്റെ തുടക്കമാണ്. ഇതേ സമയം തന്നെ ഐക്യ കേരളം എന്ന ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. അതിന് പിന്നെയും വർഷങ്ങൾ വേണ്ടി വന്നു എന്ന് മാത്രം. മന്ത്രിസഭകളുടെ ഉദയാസ്തമയങ്ങളായിരുന്നു തിരുക്കൊച്ചിയിൽ ആ സമയം കണ്ടുകൊണ്ടിരുന്നത്. C കേശവൻ, AJ ജോൺ, പട്ടം താണുപിള്ള, പനമ്പള്ളി ഗോവിന്ദ മേനോൻ എന്നിവർ മുഖ്യമന്ത്രിമാരായി. 1956 മാർച്ചിൽ പനമ്പള്ളി മന്ത്രിസഭ നിലം പതിക്കുകയും പിന്നീട് തിരുക്കൊച്ചി സംസ്ഥാനം പ്രസിഡന്റ് ഭരണത്തിലാവുകയുമുണ്ടായി. ഇതിനിടയിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. അതിനായി സയ്യിദ് ഫസൽ അലി ചെയർമാനും പണ്ഡിറ്റ് ഹൃദയനാഥ് ഗുൽസ്രു, സർദാർ KM പണിക്കർ അംഗങ്ങളായുമുള്ള സമിതി ഐക്യ കേരളത്തിന് പച്ചക്കൊടി കാട്ടുകയാണ്. അങ്ങനെ മലബാർ ജില്ല, തെക്കൻ കാനറയിലെ കാസർഗോഡ് എന്നിവ തിരുക്കൊച്ചിയോട് ചേർത്ത് കേരളം രൂപീകരിക്കാനായിരുന്നു കമ്മീഷന്റെ തീരുമാനം. 1956 പുനഃസംഘടനാ നിയമപ്രകാരം തേവാള, അഗസ്തീശ്വരം, കൽകുളം, വിളവങ്കോട് എന്നീ 4 തെക്കൻ താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിന്റെ ഒരു ഭാഗവും തിരുക്കൊച്ചിയിൽ നിന്ന് വേർപെടുത്തി മദ്രാസ് സംസ്ഥാനത്തോട് ചേർക്കുകയും ചെയ്തു. അങ്ങനെ നാമൊക്കെ ആഘോഷിക്കുന്ന കേരളപ്പിറവിക്ക് കാരണമായ ഐക്യ കേരള സംസ്ഥാനം 1956 നവംബർ 1 നിലവിൽ വന്നു. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ നായകനായിരുന്ന രാജപ്രമുഖൻ സ്ഥാനമൊഴിഞ്ഞു. പകരം ഗവർണർ വന്നു. അങ്ങനെ രാജവാഴ്ചയുടെ അവസാനത്തെ അടയാളവും കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. പ്രസിഡന്റ് ഭരണത്തിലിരുന്ന കേരളത്തിൽ 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭൂരിപക്ഷം നേടുകയും അതിൻ പ്രകാരം EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ അഥവാ EMSന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേൽക്കുകയും രാജവാഴ്ചയുടെ ചിഹ്നങ്ങളില്ലാതെ കേരളത്തിൽ ജനാധിപത്യ ഭരണത്തിന്റെ തുടക്കവുമുണ്ടായി. അങ്ങനെ എത്രയോ പതിറ്റാണ്ടുകൾ മുന്നേ തന്നെയുള്ള ജനലക്ഷങ്ങളുടെ ഐക്യ കേരളം എന്ന ആഗ്രഹമാണ് 1956 നവംബർ 1 സാക്ഷാത്കരിച്ചത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നവംബർ 1 അല്ലെങ്കിൽ കേരളപ്പിറവി എന്നത് ഏതൊരു മലയാളിയുടെയും ഹൃദയത്തിൽ നിറഞ്ഞിരിക്കും.
കേരളത്തെ പരശുരാമ ക്ഷേത്രം എന്നും വിളിക്കാറുണ്ടല്ലോ. അതിനു കാരണം പരശുരാമനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കഥയാണ്. ജമദഗ്നി എന്ന ബ്രാഹ്മണ മഹർഷിയുടെ മകനായാണ് പരശുരാമൻ ജനിച്ചത്. കാർത്തവീര്യാർജുനൻ എന്ന ക്ഷത്രിയ രാജാവ് ഒരു ചെറിയ കലഹത്തെ തുടർന്ന് ജമദഗ്നി മഹർഷിയെ വധിച്ചു. ആ സമയത്ത് പരശുരാമൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. തൻ്റെ പിതാവിനെയും ബന്ധുക്കളെയും വധിച്ച രാജാവിനോട് പരശുരാമന് കടുത്ത കോപം തോന്നി. നാട്ടിലുള്ള എല്ലാ ക്ഷത്രിയരെയും ഞാൻ നശിപ്പിക്കും എന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. ക്ഷത്രിയുടെ 21 തലമുറയെ പരശുരാമൻ വധിച്ചു. അങ്ങനെ പരശുരാമൻ നാടിൻ്റെ അധിപനായി തീർന്നു. എന്നാൽ താൻ ചെയ്ത വലിയ പാപത്തെപ്പറ്റി പരശുരാമന് പിന്നീട് പശ്ചാത്താപം തോന്നി. ഒരാൾ തൻ്റെ സമ്പത്ത് മുഴുവൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്താൽ അയാൾ പാപത്തിൽ നിന്ന് മോചിതനാവും എന്നായിരുന്നു അന്നത്തെ വിശ്വാസം. അതനുസരിച്ച് പരശുരാമൻ തൻ്റെ എല്ലാ സ്വത്തുക്കളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് പാർക്കാൻ ഇടമില്ലാതായി. അദ്ദേഹം സമുദ്ര രാജാവായ വരുണനെ പ്രാർത്ഥിക്കുകയും തൻ്റെ ആയുധമായ മഴു അറബിക്കടലിലേക്ക് എറിയുകയും ചെയ്തു. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള ഗോകർണം എന്ന സ്ഥലത്തു നിന്നാണ് മഴു എറിഞ്ഞത്. ആ മഴു ചെന്നു വീണ സ്ഥലം വരെയുള്ള കടൽ പിന്മാറി എന്നാണ് ഐതിഹ്യം. കന്യാകുമാരിയിലാണ് മഴു വീണത്. അങ്ങനെ കടൽ പിന്മാറിയ സ്ഥലം വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെ ഉണ്ടായിരുന്നു. ആ കരയാണ് കേരളം എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. കേരളത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി പറഞ്ഞ ഈ കഥ ഒരു ഐതിഹ്യമാണെങ്കിലും ഈ കഥയ്ക്ക് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനമുണ്ട് എന്ന് ചിലർ കരുതുന്നു. കേരളത്തിലെ ഭൂമിയുടെ ഘടന പഠിച്ച ശാസ്ത്രജ്ഞന്മാർ അത് സമുദ്രത്തിൽ നിന്നുണ്ടായതാണ് എന്ന വാദത്തിന് അനുകൂലമായ ചില തെളിവുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഭൂതലത്തിൽ പെട്ടെന്നുണ്ടായ ചില മാറ്റങ്ങൾ മൂലം സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നതാകാം ഈ പ്രദേശം എന്നാണ് അവർ പറയുന്നത്. പശ്ചിമഘട്ടത്തിലെ പർവ്വതനിരകളിൽ ചില സമുദ്രജീവികളുടെയും അവശിഷ്ടങ്ങൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുകയുണ്ടായി. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കടൽ പശ്ചിമഘട്ടം വരെ വ്യാപിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണിത്. ചില പണ്ഡിതന്മാർ കേരളം എന്ന പേര് ചേരളം എന്ന പേരിൽ നിന്നുണ്ടായതാണെന്ന് അഭിപ്രായപ്പെടുന്നു. ചേർ എന്നാൽ കൂട്ടിച്ചേർക്കുക എന്നാണ്. കടൽ പിൻവാങ്ങിയത് മൂലം കരയോട് കൂട്ടിച്ചേർത്ത നാട് എന്നർത്ഥത്തിലാണ് കേരളം എന്ന പേർ വന്നതെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. തന്നാനേ താനാ തിന തന്നാനം താനാ തന്നാനേ താനാ തിന തന്നാനം താനാ. നാടൻപാട്ടില്ലാതെ എന്താഘോഷമല്ലേ! മാധുര്യമാർന്ന നാടൻ പാട്ടും കഥകളിയുടെ ഭാവവും മോഹിനിയാട്ടത്തിന്റെ ലാളിത്യവും കളരിപ്പയറ്റിന്റെ ശക്തിയുമൊക്കെയാണ് കേരളത്തിന്റെ ആത്മാവ്. മനോഹരമായ ഒരു ദൃശ്യവിരുന്നിലേക്ക് നിങ്ങൾ ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം. കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. താരക പെണ്ണാളേ, കരിയാടും മിഴിയാളേ, തമ്പൂരാനെത്തിടും മുൻപേ കരിഞ്ഞാടും കോര പറിച്ചാട്ടേ. താരക പെണ്ണാളേ, കരിയാടും മിഴിയാളേ, തമ്പൂരാനെത്തിടും മുൻപേ കരിഞ്ഞാടും കോര പറിച്ചാട്ടേ. തകതക താത്തിനെന്തകത്തിതാരോ, തകതിനെന്തകത്തിതാരോ, താത്തിനെന്തക തകതിനെന്തക തകതിനെന്തക ചെയ്താരോ, താത്തിനെന്തക ചെയ്താരോ, തകതിനെന്തക ചെയ്താരോ, താത്തിനെന്തക തകതിനെന്തക തകതിനെന്തക ചെയ്താരോ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞി
കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. കാതിലാണേ കമ്മലില്ല, കഴുത്തിലാണേ മാലയില്ല, കയ്യിലാണേ വളയുമില്ല, കാലിലാണേ കൊലുസുമില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ. കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ. ആയേ ഓ ആയേ ഓ. കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ. കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ. കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ. കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ. ആയേ ഓ ആയേ ഓ. തന്നാനേ താനാ തിന തന്നാനം താന, തന്നാനേ താനാ തിന തന്നാനം താന, തന്നാനേ താനാ തിന തന്നാനം താന, തന്നാനേ താനാ തിന തന്നാനം താന. ആദിയിലല്ലോ അന്തമില്ലല്ലോ ലക്കാലം പോവായുഗത്തിൽ, ആദിയിലല്ലോ അന്തമില്ലല്ലോ ലക്കാലം പോവായുഗത്തിൽ, ഇല്ലുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോവായുഗത്തിൽ, ഇല്ലുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോവായുഗത്തിൽ. തന്നാനേ താനാ തിന തന്നാനം താന, തന്നാനേ താനാ തിന തന്നാനം താന. ഊണുമില്ലല്ലോ ഉറക്കമില്ലല്ലോ ലക്കാലം പോവായുഗത്തിൽ, ഊണുമില്ലല്ലോ ഉറക്കമില്ലല്ലോ ലക്കാലം പോവായുഗത്തിൽ, എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ ലക്കാലം പോവായുഗത്തിൽ, എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ ലക്കാലം പോവായുഗത്തിൽ. തന്നാനേ താനാ തിന തന്നാനം താന, തന്നാനേ താനാ തിന തന്നാനം താന, തന്നാനേ താനാ തിന തന്നാനം താന, തന്നാനേ താനാ തിന തന്നാനം താന. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കരിതുള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ. ഉള്ളിൽ കരിതുള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ. മാറിയേ തേങ്ങലിൽ പരിഭവമുറയുന്നു.
ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളിരാലസാവേഗം നീലനിലാ കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനമായി നീ നിന്ദനങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ. കരിതുള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ. ഉള്ളിൽ കരിതുള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ. മാറിലേ തേങ്ങലിൽ പരിഭവമുറയുന്നു. നമ്മുടെ നാടിന്റെ വീരവനിതയായിരുന്നു ഉണ്ണിയാർച്ച. അതെ, വീരതയുടെ, ധീരതയുടെ, സ്ത്രീ ശക്തിയുടെ പ്രതീകമായ ഉണ്ണിയാർച്ച. വാളെടുത്താൽ മിന്നൽ പോലും ഭയക്കുന്ന യോധ. നമ്മുടെ കേരളത്തിന്റെ കൺമണിയായ ആ വീരനാരിയെ ഇന്ന് നമ്മുടെ കേരളപ്പിറവി വേദിയിലേക്ക് വരവേൽക്കാനാണ് നാം ഒരുങ്ങുന്നത്. അതോടൊപ്പം വള്ളംകളിയും കേരള നടനവും ഇതാ നിങ്ങളുടെ മുന്നിൽ. പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം. മിന്നൽ പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറമനതാളം പരിചകളുടെ നീരൊളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം ഇടക്കയുടുക്കുമിടയിലെ നമ്മുടെ കേരളപ്പിറവി ദിനാഘോഷം ഇങ്ങനെ കലയുടെ മാധുര്യത്തോടെ മനോഹരമാക്കിയ എല്ലാ കലാകാരന്മാർക്കും നന്ദി. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു മിക്സഡ് ഡാൻസ് ആണ്.
വിഭിന്ന ഗാനങ്ങളുടെയും താളങ്ങളുടെയും ചേരുവയിൽ ഒരുക്കിയിരിക്കുന്ന ഈ നൃത്താവിഷ്കാരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഓനാന്ന് ഓനാന്ന് എത്തു പിടിക്കണതോനാന്ന് നേരാന്നേ നേരാന്നേ കൂട്ടിന് വന്നതവനാന്ന് മണ്ണാന്ന് മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന് കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറമറയറ നിറയണത്തെ കണ്ടിര തന്നാരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറമറയറ നിറയണത്തെ കണ്ടിര തന്നാരോ പിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്ക കവിനുറഞ്ഞാടാ ഉയിരിൻ ഉയിരെ പാടൂ നമ്മളെ നല്ലേ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറപറയറ നിറയണത്തെ തന്തിര തന്നാരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറപറയറ നിറയണത്തെ തന്തിര തന്നാരോ ആരാന്നേ ആരാന്നേ ഒത്തു പിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്ക കാതിലുറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തു പിടിക്കണതോനാന്ന് നേരാന്നേ നേരാന്നേ കൂട്ടിനു വന്നതവനാന്നേ പൊന്നാരിയൻ പാടത്തും ഉത്സവമേളം നമ്മള് തുടികൊട്ടി അടിവെച്ച് താളമിട്ടില്ലേ തട്ടൊടുത്തു ഞൊറിയിട്ടു കുറിയിട്ടോര് ഒന്നു വട്ടമിട്ടു കൈകൊട്ടി പൂപ്പൊലി പാടാം കുമിര കുമിര കുടി കൊട്ടിന തകിട തകിട തകതിത്തന തെലുന്ത് തെലുന്ത് വിള വിളങ്ങി വര 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 കൊട്ടട ഉയിരിൻ ഉയിരെ പാടൂ നമ്മളൊന്നല്ലേ
കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണതിറയട്ടെ തന്തിര തന്താരോ. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണതിറയട്ടെ തന്തിര തന്താരോ. ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്കക്കാതിലുറഞ്ഞാടാൻ. ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കുന്നതോനാന്ന്, നേരാന്നേ നേരാന്നേ മുതിര് വന്നത് വരാന്നേ. മണ്ണാന്ന് മണ്ണാന്ന് ഒന്ന് വിളയണ മണ്ണാന്ന്, പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന്. പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണതിറയട്ടെ തന്തിര തന്താരോ. പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണതിറയട്ടെ തന്തിര തന്താരോ. പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണതിറയട്ടെ തന്തിര തന്താരോ. പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണതിറയട്ടെ തന്തിര തന്താരോ. മനസ്സിന് സന്തോഷവും ഉത്സാഹവും പകർന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഏതാഘോഷങ്ങൾക്കും ആവേശവും ഉത്സാഹവും പകരുന്ന താളമേളമാണ് ശിങ്കാരിമേളം. നമ്മെ ആവേശത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് നമ്മുടെ ശിങ്കാരിമേളം കലാകാരന്മാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ശിങ്കാരിമേളം അവതരിപ്പിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്തതായി കേരളപ്പിറവി സന്ദേശം കൈമാറുന്നതിനായി പ്രിൻസിപ്പൽ ഫാദറിനെ ക്ഷണിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. സ്നേഹബഹുമാനപ്പെട്ട ഗിരിജ മാം ഓർ വൈസ് പ്രിൻസിപ്പൽ, സ്റ്റാഫ് സെക്രട്ടറി ഷിജ മാം, എൻ്റെ സഹാധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ മക്കളെ, കേരളം നമ്മുടെ അഭിമാനമാണല്ലേ? നമ്മുടെ അഭിമാനമാണ്. നമ്മളൊക്കെ കേരളത്തിൽ ജനിച്ചതിൽ അഭിമാനിക്കുന്നവരാണ്. കാരണം ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഇന്ന് മലയാളികൾ എത്തിപ്പറ്റാത്ത മേഖലകൾ ഒന്നും തന്നെയില്ല. മലയാളികൾ എത്താത്ത രാജ്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. മലയാളികൾ നേടിയെടുക്കാത്ത നേട്ടങ്ങൾ ഇന്ന് ലോകത്തിൽ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അപ്പം അത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മളുടെ CM അതിദാരിദ്ര്യം കേരളത്തിന് ഇനി ഇല്ല എന്ന് രാവിലെ പ്രഖ്യാപിച്ചു. അതായത് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാത്തവരായിട്ട് ഇനി കേരളത്തിൽ ആരും ഉണ്ടാവുകയില്ല എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു പുരോഗതിയിലേക്ക് നമ്മുടെ ഈ കൊച്ചു കേരളം മാറിയിരിക്കുകയാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം ഒരു തരത്തിൽ. മറ്റൊരു തരത്തിൽ നോക്കിയാൽ കേരളത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൂടി വരുന്നു എന്നുള്ളൊരു സത്യമാണ്. കഴിഞ്ഞ ഒരു സർവേയിൽ ഏതാണ്ട് 45 ലക്ഷം പേരാണ് കേരളത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളവരായിട്ട് കാണുന്നത്. 45 ലക്ഷം പേര്. അത് ഒരു അഭിമാനമായിട്ട് കരുതുന്നില്ല. വിദ്യാഭ്യാസത്തിനായിട്ടും ജോലിക്കായിട്ടും ജീവിക്കാനായിട്ടും ഒക്കെ ഇത്രമാത്രം ആളുകൾ പുറത്തു പോയിരിക്കുകയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ കേരളത്തിൽ ജീവിക്കാൻ സാധിക്കത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് കേരളത്തെപ്പറ്റി അഭിമാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, എല്ലാ മേഖലകളിലും കേരളം എത്തിപ്പറ്റുന്നുണ്ട് എങ്കിൽ തന്നെയും അത് നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ തലമുറ വരുമ്പോൾ എത്രമാത്രം അവസരങ്ങളും സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാകും എന്നത് ഒരു സംശയത്തോട് അല്ലെങ്കിൽ ചോദ്യചിഹ്നം ഉണ്ടാകും. സംശയത്തോടുകൂടെ നോക്കാൻ പറ്റുകയുള്ളൂ. എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ ഇന്ന് കേരളപ്പിറവി അനുസ്മരിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. അതിലുപരി ജവഹർ സ്കൂള് മനോഹരമായിട്ട്, ഓർച്ചിഡ് ഹൗസ് വളരെ മനോഹരമായിട്ട് ഇന്നത്തെ നമ്മുടെ കേരളപ്പിറവി അനുസ്മരണം ആഘോഷം നടത്തി. അതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. അവർക്ക് നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് ഓർച്ചിഡ് ഗ്രൂപ്പിനെ നമുക്ക് അനുമോദിക്കാം. അതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിയിട്ടുള്ള അവരുടെ അധ്യാപകർ, അനധ്യാപകർ, അതുപോലെ ഈ പരീക്ഷയ്ക്കിടയ്ക്കും മറ്റുമൊക്കെയായിട്ട് പ്രാക്ടീസും ഒക്കെ ചെയ്ത് ഇന്ന് ഈ കേരളപ്പിറവിയുടെ ദിനത്തിൽ തന്നെ മനോഹരമായിട്ട് നമുക്കെന്താണ് കണ്ണുകൾക്കും കാതുകൾക്കും ആസ്വദിക്കത്തക്ക രീതിയിൽ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യാവിഷ്കാരം നടത്തിയ ഓർച്ചിഡ് ഗ്രൂപ്പിനെ എല്ലാവരുടെയും പേരിൽ ഞാൻ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. നമുക്ക് കേരളത്തിൽ ജനിച്ചതിലും ഈ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ നാട്ടിൽ വളരുന്നതിലും അഭിമാനിക്കാം. നമ്മുടെ ജവഹർ സ്കൂളിൽ ഇന്ന് ഇത്ര മനോഹരമായിട്ട്
ഈ ദിനം ഇന്ന് നമുക്കേറെ സന്തോഷമുള്ളൊരു ദിവസം. കാരണം നിങ്ങൾക്കൊക്കെ നല്ല റൂബി സ്റ്റാറും മറ്റുമൊക്കെ ലഭിച്ച് സ്റ്റാറുകൾ അവാർഡുകൾ ലഭിച്ച ഈ ദിനത്തിൽ നല്ലൊരു നിങ്ങൾക്ക് ലഭിച്ചൊരു ട്രീറ്റാണ്. ഈ അവാർഡ് നേടിയവർക്ക് നൽകിയ ഒരു ട്രീറ്റാണ് ഇന്നത്തെ ഈ അസംബ്ലി എന്ന് പറയുന്നത്. അപ്പം അത് ഒരുക്കിയ എൻ്റെ സഹാധ്യാപകരെയും അതിന് നേതൃത്വമെടുത്ത കുഞ്ഞുങ്ങളെയും ഒക്കെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഇനിയും നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. അടുത്ത നമ്മുടെ മേജർ ഇവൻ്റ് ഏതാണ്? ഇനിയുള്ളത് ടാലൻറ്റ്സ് ഡേ വരുന്നുണ്ട്, അതിനുശേഷം നമ്മുടെ ഫുഡ് ഫെസ്റ്റ് വരുന്നുണ്ട്. അപ്പം അതൊക്കെ കൂടുതൽ മനോഹരമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. താങ്ക് യു. School level winners in Wild Wisdom Global Challenge and city level participants: Kalidas S 8D, Rayhan Sajan 8D, അടുത്തതായി നന്ദി പ്രകാശനമാണ്. ആദ്യമായി നന്ദി അറിയിക്കാനുള്ളത് ആരാധ്യനായ മാനേജർ ഫാദറിനാണ്. നമ്മുടെ മാർഗനിർദ്ദേശിയായ മാനേജർ ഫാദറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. സ്കൂളിലെ ഏത് പരിപാടിക്കും നേതൃത്വം നൽകുന്ന ആദരണീയനായ പ്രിൻസിപ്പൽ ഫാദറിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വൈസ് പ്രിൻസിപ്പൽ, സ്റ്റാഫ് സെക്രട്ടറി, സെക്ഷൻ ഹെഡ്സ്, അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് എന്നിവർക്കും വിനയത്തോടെ നന്ദി അറിയിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാ പേർക്കും നന്ദി അറിയിക്കുന്നു. അടുത്തതായി സ്കൂൾ ആന്തം. അതിനായി പ്രിയ കൂട്ടുകാരെ ക്ഷണിക്കുന്നു. Jawahar, Jai Jai Jawahar, Jai Jai Jawahar School. Jai Jawahar, Jai Jai Jawahar, Jai Jai Jawahar School. We the flowers of Jawahar School, forests we become, shines alone. We stand before its flying flag, shouting loud in one echo. Jai Jawahar, Jai Jai Jawahar.
നമ്മുടെ ഈ കൊച്ചു കേരളം എല്ലാവിധ ഐശ്വര്യങ്ങളോടുകൂടി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ കേരള പിറവി ദിനാശംസകൾ.